ഗൈസ്, ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോൾ ഒരു വരണ്ട സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഇപ്പം ISLൻ്റെ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നു. അപ്പം ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ക്ലബ്ബുകളൊക്കെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. എങ്കിലും ചില കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് പോകാമെന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ. ഇപ്പം കിയാൻ നസീരിയുമായി ബന്ധപ്പെട്ടപ്പോൾ മാർക്കസൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. മോഹൻ ബഗാൻ ചെന്നൈയിൻ FC-ക്ക് 30 ലക്ഷം രൂപ വരെ ട്രാൻസ്ഫർ ഫീ കൊടുക്കാൻ റെഡിയാണ് എന്നുള്ളതാണ്. 24 വയസ്സുകാരനായിട്ടുള്ള ഒരു വിങ്ങറായിട്ടുള്ള താരമാണ്. അദ്ദേഹം ഈ സീസണിൽ മാത്രമാണ് ഫ്രീ ഏജൻ്റായിട്ട് ചെന്നൈയിൻ FC-ൽ ജോയിൻ ചെയ്യുന്നത്. അത് മോഹൻ ബഗാനിലാണ് അദ്ദേഹം അവസാനം കളിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മോഹൻ ബഗാനിൽ അദ്ദേഹത്തിന് അവിടെ വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയില്ല. തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള താരമാണ്. വളരെ ക്വാളിറ്റിയുള്ളൊരു പ്ലെയർ ആയിരുന്നു. ഒരു AM എന്ന റോളിലൊക്കെ കളിക്കാൻ പറ്റിയ പ്ലെയറാണ്. അദ്ദേഹത്തിന് കൂടുതൽ ഗെയിം ടൈം കിട്ടുന്നൊരു ക്ലബ്ബ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ചെന്നൈയിൻ FC-ലേക്ക് വരുമ്പോഴത്തേക്കും അണ്ടർ ഓവൻ ഗോയൽ ഒട്ടും തന്നെ ഗെയിം ടൈം മോഹൻ ബഗാന് കിട്ടിയ പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് 30 ലക്ഷം രൂപ കൊടുത്ത് മോഹൻ ബഗാൻ വീണ്ടും തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങുന്നത്. ഇതിലിപ്പോൾ ആർക്കാണ് ലാഭം എന്നുള്ളതാണ്. കാരണം ചെന്നൈയിൻ FC ഫ്രീ ഏജൻ്റായിട്ടാണ് എടുക്കുന്നത്. മോഹൻ ബഗാൻ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉള്ള കഴിഞ്ഞ സീസണിൽ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാതിരുന്നു. ഇപ്പോൾ ഇതാ 30 ലക്ഷം രൂപ നഷ്ടമാകുന്നു. അതായത് ഫീ കൊടുത്ത് മാത്രമേ സ്വന്തമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ഇനി മെഹ്താബ് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മുംബൈ സിറ്റി FC-യുടെ സെൻട്രൽ ബാക്കിൻ്റെ കാര്യത്തിലൊരു കാര്യം പറയാം. കാരണം നമ്മൾ ഏറ്റവും ഒടുവിൽ മെഹ്താബ് സിംഗിനെ പറ്റി പറഞ്ഞത് മോഹൻ ബഗാനിലേക്ക് പോകണമെങ്കിൽ അത്ഭുതങ്ങൾ നടക്കണം. കാരണം വലിയ തോതിലുള്ള ട്രാൻസ്ഫർ ഫീയും വലിയ തോതിലുള്ള സാലറി പാക്ക്, ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. മെഹ്താബ് മുംബൈ സിറ്റി FC-ൽ ഏതാണ്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ്. നിലവിൽ വന്നൊക്കെ ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വലിയ തോതിലുള്ള ഒരു ഹ്യൂജ് എമൗണ്ട്, ഏതാണ്ട് 3.5 CR ഒക്കെയാണ് റൂമേഴ്സായിട്ട് വന്നത് ട്രാൻസ്ഫർ ഫീ ആയിട്ട് മാത്രം. അപ്പം ആ ഒരു സാഹചര്യത്തിലാണല്ലോ ഇപ്പം നിലവിൽ ISLൻ്റെ ഒരു അൺസർട്ടനിറ്റി വരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം വന്നതോടുകൂടി മോഹൻ ബഗാൻ ഒന്ന് ഹോൾഡ് ചെയ്യുന്നു, നോക്കാം എന്താകുമെന്ന് പറഞ്ഞാൽ ഒരു ഹറി കാണിക്കാത്തൊരു കാര്യത്തിലേക്ക് വന്നു. ആവേശം കുറച്ച് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പം നിലവിൽ പിന്നെ വരുന്നൊരു വാർത്ത, ഇപ്പോൾ മാർക്കസിൻ്റെയൊക്കെ തന്നെ ട്വീറ്റിൽ നിന്ന് കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ സിറ്റി FC ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് മെഹ്താബിന് ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, അഭിഷേക് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പം നിലവിലൊരു ട്രെൻഡിങ് ആയിട്ടുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ്. ഒരു വിങ് ബാക്ക് ആയിട്ടുള്ള താരം. പഞ്ചാബ് FC-യിലാണ് താരം കളിച്ച് വന്നിരുന്നത്. അപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പല ക്ലബ്ബുകൾ രംഗത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഈസ്റ്റ് ബംഗാളിൻ്റെ പേര് കേട്ടിരുന്നു, ആദ്യം KBFC-യുടെ കേട്ടിരുന്നു, പിന്നെ അതൊക്കെ പോയി, പിന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ പേര് കേട്ടിരുന്നു. ഇപ്പോൾ കേൾക്കുന്ന 2 നെയിമുകൾ മോഹൻ ബഗാനും FC ഗോവയാണ് എന്നുള്ളതാണ്. എന്നാൽ ഈസ്റ്റ് ബംഗാൾ റേസിൽ നിന്ന് പോയിട്ടില്ല എന്നൊക്കെയുള്ളതാണ് മനസ്സിലാകാൻ സാധിക്കുന്നത്. അപ്പം മോഹൻ ബഗാൻ ഓൾറെഡി സുഭാഷിഷ് ബോസ് ഉണ്ട്. പിന്നെ ഇദ്ദേഹം റൈറ്റ് ബാക്കിൽ കൂടി കളിക്കുന്ന പ്ലെയറാണ്, റൈറ്റ് ഫൂട്ടഡ് ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പം ആ ഒരു രീതിയിലാണോ കൊണ്ടുവരുന്നത് അറിയത്തില്ല. ആശിഷ് റായി ഉണ്ട് എങ്കിൽ കൂടി. എന്നാൽ ഗോവയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് അവിടെ ലെഫ്റ്റ് ബാക്കിൽ ഇപ്പം ജയ്ഗുപ്ത പോകുന്നു പറയുന്നത്, എങ്കിൽ പോലും ആകാശ് അംഗാനും വേറെ ഓപ്ഷൻസും ഉണ്ട്. ഇനി പറഞ്ഞ പോലെ റൈറ്റ് ബാക്കിൽ കുറച്ച് ഇപ്പം ബോറിസിനെ പോലത്തെ പ്ലെയർ ഉണ്ട്. ഈ അഭിഷേക് സിംഗിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് 2 വിങ് ബാക്ക് റോളിലും കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അത് നിലവിൽ അദ്ദേഹത്തിൻ്റെ ഫോം വളരെ ഇമ്പ്രസീവാണ്. നാഷണൽ ടീമിൽ അണ്ടർ 23-ലും ISL-ലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇമ്പ്രസീവ് ആയിട്ടുള്ള പ്രകടനം ആയതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ട്രാൻസ്ഫർ ഫീ കൊടുക്കേണ്ടി വരും. കാരണം 2 കോടി രൂപ ഓഫർ ചെയ്തിട്ടും പഞ്ചാബ് റിജക്റ്റ് ചെയ്തു എന്നൊക്കെയുള്ളതാണ് കേൾക്കുന്നത്. അപ്പം ഒരു റെക്കോർഡ് ഫീ ഒക്കെ കൊടുക്കേണ്ടി വരും നിലവിലത്തെ ഒരു സാഹചര്യം. ഇപ്പം ഇന്ത്യയുടെ അണ്ടർ 20-ലെയും 23-ലെയും അതുപോലെ നാഷണൽ ടീമിലെയൊക്കെ പെർഫോമൻസ് കണ്ടുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് തന്നെയാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? സ്ഥിതിയാണ് കമ്പോസ് സൈനിങ് ഓഫ്.